بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد سيد المرسلين وخاتم النبيين وعلى آله وأصحابه ومن تبعهم بإحسان ودعا بدعوتهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أخذنا ميثاق بني إسرائيل وبعثنا منهم 12 نقيبا وقال الله إني معكم لئن أقمتم الصلاة وآتيتم الزكاة وآمنتم برسلي وعزرتموهم وأقرضتم الله قرضا حسنا لأكفرن عنهم سيئاتكم ولأدخلنكم جنات تجري من تحتها الأنهار فمن كفر بعد ذلك منكم فقد ضل سواء السبيل. ولقد أخذ الله തീർച്ചയായും അല്ലാഹു വാങ്ങുകയുണ്ടായി മീസാഖ ബനീ ഇസ്രായീൽ, ബനൂ ഇസ്രായീലിൽ നിന്നും വലിയൊരു കരാർ വാങ്ങുകയുണ്ടായി. വബഅസ്നാ മിൻഹും, അവരിൽ നിന്നും നാം നിയോഗിച്ചു 12 നഖീബാ, 12 പ്രധാനികളെയും നാം നിശ്ചയിച്ചു. വഖാല അല്ലാഹു എന്നിട്ടറിയിച്ചു ഇന്നി മഅക്കും, ഞാൻ നിങ്ങളോടൊപ്പമുണ്ടായിരിക്കും. ലഇൻ അഖംതുമുസ്സലാഹ്, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും വആതൈതുമുസ്സകാഹ്, നിങ്ങൾ സക്കാത്ത് കൊടുക്കുകയും വആമൻതും ബിറുസുലി, എൻ്റെ ദൂതന്മാരിൽ വിശ്വസിക്കുകയും വഅസ്സർതുമൂഹും, അവരെ നിങ്ങൾ ആദരവോടെ സഹായിക്കുകയും വഅഖറൽതുമുല്ലാഹ ഖർദൻ ഹസനാ, അല്ലാഹുവിന് നിങ്ങൾ നല്ല കടങ്ങൾ കൊടുക്കുകയും ചെയ്താൽ ലഉകഫിറന്ന അൻകും സയ്യിആതികും, തീർച്ചയായും നിങ്ങളുടെ പാപങ്ങൾ ഞാൻ പുറത്തു തരുന്നതാണ്. വലഉദ്ഖിലന്നകും ജന്നാത്ത്, തീർച്ചയായും ഉന്നത ആരാമങ്ങളിൽ നാം നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതാണ്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഫമൻ കഫറ ബഅദ ദാലിക്, ആരെങ്കിലും ഇതിനോട് നിഷേധവും നന്ദികേടും കാണിച്ചാൽ, മിൻകും, നിങ്ങളിൽ നിന്നും ആരെങ്കിലും നിഷേധവും നന്ദികേടും കാണിച്ചാൽ, ഫഖദ് ضل സവാഅ السبيل, അവൻ നേർമാർഗത്തിൽ നിന്നും തെറ്റിപ്പോയിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ 5-ാമത്തെ അധ്യായം അൽ മാഇദ 12-ാമത്തെ ഈ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നടപ്പിലാക്കിയ അല്ലാഹുവിൻ്റെ സന്ദേശങ്ങളുടെ ചുരുക്കവും അതിൻ്റെ മഹത്വവും അത് മാനിക്കാതെയും പാലിക്കാതെയും ഇരുന്നാലുണ്ടാകുന്ന കുഴപ്പവും വിവരിച്ചിരിക്കുകയാണ്.
അള്ളാഹു പറയുന്നു, വലഖദ് അഖദല്ലാഹു മീസാഖ ബനീ ഇസ്രായീൽ. ഇസ്രായേൽ സന്തതികളിൽ നിന്നും മഹാനായ യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായേൽ. ആരാധനകളിലും നന്മകളിലും രാപകലുകൾ മുഴുകിയ വ്യക്തിത്വം. ആ ഒരു പേര് പേറുന്നവരാണിന്ന് ലോകത്ത് ദൗർഭാഗ്യവശാൽ ഏറ്റവും വലിയ അക്രമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യാക്കൂബ് നബിയുടെ മക്കളോട് നാം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയും ചെയ്യാമെന്ന് അവരോട് സമ്മതവും കരാറും വാങ്ങിക്കുകയും ചെയ്തു. തീർന്നില്ല. വബഅസ്നാ മിൻഹും 12 നഖീബാ. നാം അവരെ ഈ കരാറിനെ പറ്റി ഉണർത്താനും പ്രേരിപ്പിക്കാനും ഈ കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കാനും 12 പ്രധാനികളെ അവരിലേക്ക് നിശ്ചയിച്ച് നൽകുകയും ചെയ്തു. യഹൂദികൾ 12 ഗോത്രങ്ങളായിരുന്നു. ആ 12 പേരുടെയും നേതാക്കളോട് നാം പറഞ്ഞു, നിങ്ങൾ ഈ കാര്യം സ്വയം പഠിക്കണം, സ്വയം പകർത്തണം. നിങ്ങളുടെ കീഴിലുള്ള ജനങ്ങളോട്, കുടുംബാംഗങ്ങളോട് ഈ കാര്യത്തെ കാര്യമായി ഉണർത്തണം. വഖാല അല്ലാഹു ഇന്നീ മഅകും. എന്നിട്ട് അള്ളാഹു ആദ്യം തന്നെ സന്തോഷ വാർത്ത അറിയിച്ചു. അള്ളാഹു പറഞ്ഞു, തീർച്ചയായും എൻ്റെ സഹായം, സ്നേഹം, ഔദാര്യം, കൃപ, കാരുണ്യം ഇഹത്തിലും പരത്തിലും നിങ്ങളുടെ മേൽ നിരന്തരം ഉണ്ടാകുന്നതാണ്. നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും, നിങ്ങളെ ഞാൻ ഉയർത്തും, നിങ്ങൾക്ക് ആവശ്യമില്ലാതെ തരും, നിങ്ങളെ ഏറ്റവും വലിയ രക്ഷാസ്ഥാനമായ സ്വർഗത്തിലെത്തിക്കും. പക്ഷേ നിങ്ങൾ ചില കാര്യങ്ങൾ പാലിക്കണം. ലഇൻ അഖംതുമുസ്സലാ. ഒന്ന്, നിങ്ങൾ നമസ്കാരത്തെ മുറപ്രകാരം നിർവഹിക്കണം. നമസ്കാരം നമ്മളുടെ മാത്രം കാര്യമല്ല, ലോക ജനതയുടെ സ്വത്താണ് നമസ്കാരം. എന്നാൽ അവരിൽ നിന്ന് നമസ്കരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി. എത്ര പ്രാധാന്യമുണ്ടായിരിക്കും നമസ്കാരത്തിന്. എല്ലാ നബിമാരുടെയും അടിസ്ഥാന സന്ദേശമാണ് നമസ്കാരം. ലഇൻ അഖംതുമുസ്സലാ. നിങ്ങൾ നമസ്കാരം മുറപ്രകാരം സമയങ്ങൾ പാലിച്ച് കഴിവിൻ്റെ പരമാവധി മര്യാദ രീതികൾ പൂർത്തീകരിച്ച് നിങ്ങൾ നമസ്കരിക്കണം. വആതൈതുമുസ്സകാ. നിങ്ങൾ ഓരോ വർഷവും ഞാൻ നൽകിയ സമ്പത്തിന്റെ ഒരു ഭാഗം നിർബന്ധദാനമായി സക്കാത്തായി നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ ജീവിതം വിശുദ്ധമാകും, നിങ്ങളുടെ സമ്പത്തും മഹത്തരമാകും. വആമൻതും ബിറുസുലി. 3, എൻ്റെ ദൂതന്മാരിൽ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ നന്മയ്ക്ക് നിങ്ങളെ വിരൽ പിടിച്ച് ഇരുലോക രക്ഷയുടെയും മഹത്വത്തിൻ്റെയും ഉന്നതങ്ങളിലേക്ക് നയിക്കുന്നതിന് നാം ദൂതന്മാരെ നിയോഗിക്കും. ആ ദൂതന്മാരിൽ നിങ്ങൾ വിശ്വസിക്കണം. ഇപ്പോഴുള്ള ദൂതരിലും വിശ്വസിക്കണം. ഇനി ഏതെങ്കിലും ദൂതൻ വന്നാൽ അവരിലും വിശ്വസിക്കണം. പ്രത്യേകിച്ചും അന്ത്യപ്രവാചകൻ സയ്യിദുൽ കൗനൈൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലേക്ക് വരാനിരിക്കുന്നു. ആ പ്രവാചകനിൽ വിശ്വസിക്കണം. വഅസ്സർതുമൂഹും. ആ പ്രവാചകന്മാരിൽ വിശ്വാസം മാത്രമല്ല, അവരെ സ്നേഹിച്ച് ആദരിച്ച് സേവിക്കണം. വഅസ്സർതുമൂഹും ഖുർആനിലെ അത്ഭുതകരമായൊരു വചനമാണ്. സ്നേഹം കലർന്ന ആദരവും ആദരവ് കലർന്ന സ്നേഹത്തോടും കൂടി ആ പ്രവാചകന്മാരുടെ സേവകന്മാരായി നിങ്ങൾ മാറണം. ആ പ്രവാചകന്മാർ വലിയൊരു ദൗത്യവുമായി വന്നതാണ്. ആ ദൗത്യത്തെ നിങ്ങൾ കഴിവിന്റെ പരമാവധി പ്രകാശിപ്പിക്കാൻ പരിശ്രമിക്കണം. 5, വഅഖറൽതുമുല്ലാഹ ഖർദൻ ഹസനാ. നിങ്ങൾ പടച്ചവന് നല്ല കടങ്ങൾ കൊടുക്കണം. സുബ്ഹാനൽ മലിക്കുൽ അളീമിൽ വഹാബ്. സഹോദരങ്ങളെ, നമ്മളുടെ എല്ലാം പടച്ചവന്റെ ദാനമാണ്, കൃപയാണ്, കാരുണ്യമാണ്. നമ്മുടെ ശരീരം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം,
നമ്മുടെ സ്ഥാനം, നമ്മുടെ മാനം, അറിവ്, ഇതെല്ലാം പടച്ചവന്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ പടച്ചവന് പൊരുത്തമായ വഴിയിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ച് പടച്ചവൻ ഉപയോഗിച്ചിരിക്കുന്ന ശൈലി വിശേഷമാണ് പടച്ചവന് നിങ്ങൾ കടം കൊടുക്കണം. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ആരോഗ്യത്തെയും സമയത്തെയും കഴിവിനെയും ശേഷിയെയും നാവിനെയും ശരീരത്തെയും നിങ്ങൾ പടച്ചവന് കടം കൊടുക്കണം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഖർദൻ ഹസനൻ, നിയമമര്യാദകൾ പാലിച്ചുകൊണ്ട് കടം കൊടുക്കണം. അത് സൂറത്തുൽ ബഖറയിൽ വിവരിക്കുന്നുണ്ട്. ചെയ്ത ഉപകാരം എടുത്തു പറയരുത്, ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത്, മറ്റുള്ളവരെ കാണിക്കാനും കേൾപ്പിക്കാനുമാകരുത്, ദീനിൽ ഉറച്ചു നിൽക്കണമെന്ന വിശ്വാസവും ബോധ്യവും വേണം. നല്ല നിലയിൽ നല്ല മനസ്സോടെ നല്ല വസ്തുക്കൾ നിങ്ങൾ ചെലവഴിക്കണം. അതുപോലെ തന്നെ പടച്ചവൻ കാണുന്നു എന്ന ബോധത്തോടു കൂടി ധർമ്മം ചെയ്യണം. മതവും ജാതിയും നോക്കരുത്, ആവശ്യക്കാരെ നിങ്ങൾ ദാനധർമ്മത്തിൽ ശ്രദ്ധിക്കണം. പക്ഷേ ദീനിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിച്ച സാധുക്കളായ വ്യക്തിത്വങ്ങളെ പ്രത്യേകം പരിഗണിക്കണം. സൂറത്തുൽ ബഖറ പറയുന്നു, വഅഖറൽതുമുല്ലാഹ ഖർളൻ ഹസനാ. എന്നാൽ എന്ത് കിട്ടും? രണ്ട് അനുഗ്രഹങ്ങൾ, വലിയ പ്രതിഫലം. ലഉകഫിറന്ന അൻകും സയ്യിആതികും. നിങ്ങളെന്റെ ദാസന്മാരാണ്, അടിമകളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞാൻ മാപ്പാക്കി തരും. നമസ്കാരാദി മുഴുവൻ കർമ്മങ്ങളും സൂക്ഷ്മമായി നിർവഹിക്കേണ്ടതാണ്. നിങ്ങൾ കഴിവിന്റെ പരമാവധി നിർവഹിക്കാൻ പരിശ്രമിച്ചു, എന്നിട്ട് വീഴ്ചകൾ വന്നുപോയി, ഞാൻ നിങ്ങൾക്ക് മാപ്പാക്കി തരും. പാപങ്ങളുമായി ബന്ധപ്പെടരുത്, ഗുരുതരമായ കുറ്റമാണ്. പക്ഷേ മനുഷ്യ സഹജമായ വികാരത്തിന്റെ തള്ളിച്ച കാരണം നിങ്ങൾ പാപത്തിൽ അകപ്പെട്ടു പോയി. തൗബ ചെയ്യൻ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. وَلَأُدْخِلَنَّكُمْ جَنَّاتٍ تَجْرِي مِنْ تَحْتِهَا الْأَنْهَارُ. അടിവാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതാണ്. ഓർക്കണം, ഈ ലോകം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും. നിങ്ങളുടെ കണ്ണുകൾ അടയും, യഥാർത്ഥ കണ്ണുകൾ തുറക്കും. നിങ്ങളെ ഖബറിൽ കൊണ്ടുവെക്കും, അവിടെ നിന്ന് മഹ്ശറിലേക്ക് എഴുന്നേൽപ്പിക്കും. സ്വർഗം ആഢ്യസുന്ദരമായി പ്രകാശിച്ചു നിൽക്കും, നരകം ആളിക്കത്തും. ഈ സമയത്തിന്റെ ദാസന്മാരെ നിങ്ങളെ സ്നേഹാദരങ്ങളോടെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. വളരെ സ്നേഹത്തിൽ പറഞ്ഞതിന് ശേഷം അല്ലാഹു ഗൗരവത്തിൽ പറയുന്നു, فَمَنْ كَفَرَ بَعْدَ ذَلِكَ مِنْكُمْ فَقَدْ ضَلَّ سَوَاءَ السَّبِيلِ. ഇത്ര സുന്ദരവും ഇത്ര സരളവും ഇത്ര സമ്പൂർണവുമായ ജീവിത വ്യവസ്ഥിതി കയ്യിന്റെ വെള്ളയിൽ കിട്ടിയിട്ടും ആരെങ്കിലും ഇതിനോട് നന്ദികേട് കാണിച്ചു, ഇതൊന്നുമല്ല വേണ്ടത്, അതാണ് വേണ്ടത്, ആരെങ്കിലും ഇതിനെ നിഷേധിച്ചു, തള്ളിക്കളഞ്ഞു, ധിക്കരിച്ചു, ഒരു നമസ്കാരം പോലും സക്കാത്ത് കൊണ്ട് എപ്പോഴാ ജീവിക്കാൻ പറ്റുന്നത്? ഒരു പുതിയൊരു കടം കൊടുക്കൽ ഇറങ്ങിയിരിക്കുന്നു. പ്രവാചകന്മാരെ ആദരിക്കാനോ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല. ഫമൻ കഫറ ബഅദ ദാലിക മിൻകും ഫഖദ് ضل സവാഅ السبيل. അവൻ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. ഓരോ ചുവടും വെച്ച് സ്വർഗത്തിലേക്ക് നീങ്ങുന്നതിന് പകരം അവൻ നരകത്തിന്റെ മാർഗം സ്വീകരിച്ച് വളരെ വിദൂരങ്ങളിലേക്ക് അകന്നിരിക്കുന്നു. ഇനി അവൻ നേരായ മാർഗത്തിലേക്ക് അടുത്തു വരാൻ വലിയ പ്രയാസമാണ്, വലിയ കഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ സംസാരത്തിന്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. ഇത് ബനൂ ഇസ്രായേലിനോടുള്ള സംവേദനമാണെങ്കിലും മുഴുവൻ സമുദായങ്ങളോടും, പ്രത്യേകിച്ചും ഖുർആനിക സമൂഹമായ മുസ്ലിമീങ്ങളോടുമുള്ള ഒരു സമർപ്പണമാണ്, ഉപദേശമാണ്, ഉണർത്തലാണ്. ഇതിൽ ഓരോ വാക്കുകളും നാം എടുത്തു നോക്കിയത്.
വലഖദ് അഖദല്ലാഹു മീസാഖ ബനി ഇസ്രായീൽ. അല്ലാഹു നാം ഓരോരുത്തരിൽ നിന്നും വലിയ കരാറ് വാങ്ങിയിട്ടുണ്ട് എന്നല്ല, നാം ഓരോരുത്തരും കരാറ് കൊടുക്കുന്നുണ്ട്. ആലമുൽ അർവാഹിൽ വെച്ച് തന്നെ അല്ലാഹു കരാറ് വാങ്ങി. സൽബുദ്ധി തന്നുകൊണ്ട് നേർവഴി കാട്ടിത്തന്നു. മഹാന്മാരായ നബിമാരെ അയച്ച് കയ്യിൽ പിടിച്ചു വലിച്ചു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനും വഴി പുറകിൽ നിന്നും ശക്തമായ തള്ളൽ തള്ളി. എന്നിട്ട് അല്ലാഹു തആല ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്കും യുവത്വത്തിലേക്കും മധ്യവയസ്കതയിലേക്കും വാർദ്ധക്യത്തിലേക്കും കടന്ന് ഓരോ സമയത്തും ഈ കരാറ് അല്ലാഹു ഉണർത്തിക്കൊണ്ടിരുന്നു. സർവോപരി ഓരോ ദിവസവും പ്രഭാതം ആരംഭിക്കുന്നത് ആ കരാറോട് കൂടിയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ബാങ്ക് എന്തെങ്കിലും മുദ്രാവാക്യം മാത്രമോ അല്ലെങ്കിൽ വെറുതെ കിടന്ന് കത്തുന്ന കാറുന്നൊരു ശബ്ദമല്ല, ഒരു കരാറിനെ ഉണർത്തലാണ്. അതുകൊണ്ടാണ് ബാങ്കിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ അന അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിൽ പടച്ചവനെ ഞാൻ ആരാധിക്കുന്നതാണ്. ഒരു കരാറാണ് ബാങ്കും ബാങ്കിന് ഉത്തരവും. അതുകൊണ്ട് തന്നെ പണ്ട് സഹോദരിമാര് ബാങ്കിന്റെ സമയത്തെങ്കിലും തട്ടമെടുത്തിടുമായിരുന്നു. ഉസ്താദുമാരതിനെ പരിഹസിച്ചിരുന്നു. പക്ഷെ ഇന്ന് വേറെ ഒന്നിനെയാണ് പരിഹസിക്കേണ്ടത്. ഇന്ന് ആ തട്ടമിടൽ കൂടിയില്ല. ഒന്നും കൂടി ശബ്ദത്തിൽ അവർ വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന തിരക്കിലാണ്. സഹോദരങ്ങളെ, ബാങ്കിന്റെ സമയത്തൊന്ന് നിൽക്കണം നമ്മൾ, എന്നിട്ട് ബാങ്കിന് ഉത്തരം നൽകണം. വലഖദ് അഖദല്ലാഹു മീസാഖ ബനി ഇസ്രായീൽ വബഅസ്നാ മിൻഹും 12 നഖീബാ. അല്ലാഹു തആല ബനു ഇസ്രായേലിലേക്ക് 12 മേലധികാരികളെ അയച്ചു. പടച്ചവന്റെ വലിയ കൃപയും കാരുണ്യവും കൊണ്ട് ഈ സമുദായത്തിലേക്ക് 12 അല്ല, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ആലിമീങ്ങൾ നബിമാരുടെ ഉത്തരാധികാരികളായിട്ട് അള്ളാഹു ഈ മഹത്തുക്കളെ അയച്ചു. ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് സമുദായമാണ്. പക്ഷെ മനസ്സിലാക്കണം, അവർ സമുദായത്തിന്റെ നേതാക്കളാണ്, സമുദായത്തിന്റെ മഹത്വമാണ്, നെറ്റിയിലെ അന്തസ്സാണെന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ പൈസ തരുന്നവർ ഞങ്ങൾ പറയുന്നത് പോലെ ജീവിക്കണം, ഇല്ല, ഒരിക്കലുമില്ല. പടച്ചവൻ പറയുന്നത് പോലെ ജീവിക്കണം. ആ ആലിമീങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം. ഈ പാവപ്പെട്ട മദ്രസയിലൂടെ ഈ പിഞ്ച് പൈതങ്ങളെ ഈ മഹത്തായ നിഖാബത്തിന്റെ മഹത്വത്തിലേക്കാണ് ഇപ്പോൾ ഇവിടെ ഉസ്താദുമാരെ കൈപിടിച്ച് ചേർക്കുന്നത്. അള്ളാഹുവിനെ ഓർത്ത് നിങ്ങൾ ഇവരെ പുറകിൽ നിന്ന് പിടിച്ചു വലിക്കരുത്. നിന്റെ ഭാവി എന്താകും, നിന്റെ നാളെ എന്താകും, പൈസ ആര് തരും, സ്കൂളിൽ പഠിക്കണ്ടേ, കോളേജിൽ പഠിക്കണ്ടേ, ഇത്തരം വാക്കുകൾ പറഞ്ഞ് ഈ മഹത്തായ സ്ഥാനത്ത് നിന്നും ഈ പാവത്തുങ്ങളെ നിങ്ങൾ തടയരുത്. മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ നിന്നും വളരെ മനോഹരമായ ഒരു വ്യക്തിയെ തള്ളി മാറ്റി ഇരിക്കുന്ന ശിഖരം നിങ്ങൾ മുറിക്കരുത്. وقال الله إني معكم لئن أقمتم الصلاة. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയാൻ കിടക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ചുണ്ട് ചലിക്കുന്നുണ്ട്, ശബ്ദം കേൾക്കുന്നില്ല. ഞാൻ എൻ്റെ ചെവി അവിടേക്ക് ചേർത്ത് വെച്ചപ്പോൾ എനിക്ക് കേൾക്കാൻ സാധിച്ചു, അസ്സലാഹ് വമാ മലക്കത് ഐമാനുക്കും. സമുദായമേ, നമസ്കാരത്തിൽ ശ്രദ്ധിക്കണം, കീഴിലുള്ളവരുടെ കാര്യം നോക്കണം. മുബാറക്കായ കബൂലിയത്തിന്റെ സദസ്സാണ്. എല്ലാ സഹോദരങ്ങളും നിയ്യത്ത് ചെയ്യൽ, ഇൻഷാ അല്ലാഹ് മരണം വരെയും 5 വക്ത് നമസ്കരിക്കുമെന്ന് തയ്യാറുള്ള ഇൻഷാ അല്ലാഹ്. പുരുഷന്മാരെല്ലാവരും നിയ്യത്ത് ചെയ്യൽ, ഇൻഷാ അല്ലാഹ് ജമാഅത്തായി നമസ്കരിക്കുമെന്ന്. സഹോദരിമാരെല്ലാവരും നിയ്യത്ത് ചെയ്യൽ, ബാങ്ക് കൊടുത്താൽ ഉടനടി നിസ്കരിക്കുമെന്ന്. ഇന്നി മഅകും ലഇൻ അഖംതുമുസ് സ്വലാത വആതൈതുമുസ് സകാത്ത്. സകാത്ത് നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. സകാത്ത് കൊടുക്കാൻ കഴിവില്ലാതിരുന്നിട്ടും
ഉള്ളതെല്ലാം പടച്ചവന്റെ മാർഗത്തിൽ ചെലവഴിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പന്മനയും എടപ്പള്ളിക്കോട്ടയും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഗൾഫുകളെല്ലാം പൂവണിഞ്ഞിരിക്കുന്നത്. ഇത് നിലനിൽക്കണമോ എന്നല്ല, വളരണമോ, നമ്മൾ സക്കാത്ത് കൊടുക്കുന്നവരാകണം. സക്കാത്തിൽ വീഴ്ച വരുത്തരുത്, സക്കാത്തിൽ നിന്ന് ഒളിച്ചോടരുത്. സക്കാത്ത് സന്തോഷത്തോടെ നിർവഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആമൻതും ബിറുസുലി വഅസ്സർതുമൂഹും, മുഴുവൻ നബിമാരിലും വിശ്വസിക്കുന്നു. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ മുഴുവൻ നബിമാർ, ആദം അലൈഹിസ്സലാം വരെയുള്ള നബിമാർ, ഹബീബിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും അന്ത്യപ്രവാചകനാണ്. ഒരു നബിയും വരാനില്ല. ആരെങ്കിലും നബിത്വം വാദിക്കുന്നെങ്കിൽ കള്ളനാണ്, ദജ്ജാലാണ്, അപകടമാണ്. ഖാദിയാനികളുടെ പരിശ്രമം സജീവമായി നടക്കുകയാണ്. ആലിമീങ്ങളിൽപ്പെട്ടൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയി ഖുർആനിന്റെ തർജുമയിരിക്കുന്നു. വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. എടുത്തു നോക്കിയപ്പോൾ ഖാദിയാനികളുടെ തർജുമയാണ്. തഫ്സീറുൽ ഹസനി തയ്യാറാക്കപ്പെട്ടു. മആരിഫുൽ ഖുർആൻ തയ്യാറാക്കപ്പെട്ടു. സമുദായത്തിന് അതൊന്നും വേണ്ട, വേറെ ഇതൊക്കെയാണ് വേണ്ടത്. സഹോദരങ്ങളെ, പേടിക്കണം, ഈമാനെ സൂക്ഷിക്കണം, ഈമാന്റെ കൊള്ളക്കാരെ സൂക്ഷിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൽ അംബിയാഇ വൽ മുർസലീൻ. അല്ലാമ ഇഖ്ബാൽ പറയുന്നു, ജീവിതത്തിന്റെ അന്തസ്, മനസ്സിന്റെ സംഗീതം, നബിമാരുടെ നെറ്റിയിലെ പ്രകാശം, അന്ത്യപ്രവാചകൻ, ഏകനായകൻ, ഏക വഴികാട്ടി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅസ്സർതുമൂഹും, ആ നബിമാരെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം, സേവിക്കണം. ആ സേവനത്തിന് പടച്ചവൻ മലർക്കെ തുറന്നിട്ടിരിക്കുന്ന ഒരു സുവർണ വഴിയാണ് അൽ ഹിദായ ഹിഫ്ള് കോളേജ് എന്ന് പറയുന്നതായി ഈ സ്ഥാപനം. സമുദായമേ മനസ്സിലാക്കണം. അബ്ദുസ്സലാം ഉസ്താദ് പറഞ്ഞ സമയത്ത് ഈ ചിന്ത വരികയുണ്ടായി. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഈ സമുദായത്തിൽ ഒറ്റയ്ക്ക് മസ്ജിദ് വെക്കാനും മദ്രസ നടത്താനും ശേഷിയുള്ള ആളുകളുണ്ട്, ആഗ്രഹമുള്ളവരുമുണ്ട്. പക്ഷേ നമ്മളുടെ പണ്ഡിതന്മാർ പറയുന്നു, അങ്ങനെ മസ്ജിദ് മദ്രസയും ഒരാളല്ല നടത്തേണ്ടത്, എല്ലാവർക്കും നിങ്ങൾ കവാടം തുറന്നു കൊടുക്കുന്നു. പടച്ചവൻ നിങ്ങൾക്കൊരവസരം നൽകിയിരിക്കുന്നു. ഓർക്കണം, ഒരവസരം വരാനുണ്ട് അടുത്ത് തന്നെ. ഏതാണ്ട് അതിന്റെ അടയാളങ്ങളെല്ലാം പ്രകടമായിരിക്കുന്നു. ഒരു മനുഷ്യൻ സക്കാത്തിന്റെ പൈസയുമായി ഇറങ്ങും, പറയും ഇന്നലെ കൊണ്ടുവരുന്ന ഞാൻ സ്വീകരിക്കാമായിരുന്നു, ഇന്നെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആളുകൾ മാറിപ്പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലതും സമ്പാദിച്ചിട്ട് പോയി നബിമാരെ നിങ്ങൾ സേവിക്കാൻ. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവ് ഇവിടെ ഈ പരിസരങ്ങളിൽ പാറി നടക്കുന്നുണ്ട്. അനാചാരം പഠിപ്പിക്കുകയല്ല, പ്രേരിപ്പിക്കുകയല്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച്, മദീനയിൽ വെച്ച് പറഞ്ഞ ശബ്ദം അള്ളാഹു നമുക്ക് ഈമാനിന്റെ കാത് തരുമാറാകട്ടെ. ഈ സ്ഥലങ്ങളിൽ ഇപ്പോൾ മുഴങ്ങുന്നുണ്ട്. മയ്യൻസുറുനി വയഅ്വീനി ഹത്താ ഉബല്ലിഗ റിസാലാത്തി റബ്ബി. ആരെന്നെ സഹായിക്കും? ആരെനിക്ക് വീടിന്റെ മൂലയിൽ അഭയം തരും? ആര് കുറച്ച് സമ്പത്ത് മുടക്കി എന്റെ ഈ സന്ദേശങ്ങൾ എത്തിക്കാൻ എന്നെ സഹായിക്കും? സഹോദരങ്ങളെ, നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗം ദീനിന്റെ മാർഗത്തിൽ കൊടുക്കുന്നു. നമ്മൾ ആവശ്യം കണ്ടെത്തി ഓരോ മദ്രസകളൊന്ന് സഹായിക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ സഹായിക്കുന്ന ആളുകൾ ഇറങ്ങി വന്ന് കൈനീട്ടേണ്ടി വരുന്നു. കൈനീട്ടുന്നവരിൽ എല്ലാ വിഭാഗവും അവിടെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. പലപ്പോഴും തീർത്തും ആവശ്യക്കാരെയും തെറ്റിദ്ധരിക്കുന്നു. പ്രത്യേകിച്ചും ഭൂമി മേടിക്കുന്ന പദ്ധതി എവിടെയെങ്കിലും ഉണ്ടോ, നമ്മൾ ചാടി വീഴണം, വല്ല സഹായങ്ങളും ചെയ്യണം. ജാരിയായ സദഖയായിട്ട് നിലനിൽക്കുന്ന കാര്യമാണ്. അള്ളാഹു സമ്പത്ത് നൽകിയ അള്ളാഹുവിന്റെ ദാസൻ അൽഹാജ് ഹസൻ യാക്കൂബ് സേട്ട് ആ സമ്പത്തിന്റെ ഒരു ഭാഗം, ഭൂമിയുടെ ഒരു ഭാഗം പടച്ചവന് വേണ്ടി കൊടുത്തു. ഈ അബ്ദുസ്സലാം ഉസ്താദ്, അബ്ദുൽ കരീം ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദ്, ഇതെല്ലാം ആ മണ്ണിൽ നിന്നുകൊണ്ട് പഠിച്ച് ഇൽമ് പഠിച്ച ആളുകളാണ്. അന്നത്തെ ഒരു മഹാൻ തഴവ ഉസ്താദ് സ്വപ്നം കണ്ടു, മർഹൂമിന്റെ ഖബറിലേക്ക് പാലിന്റെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ നാടിന്റെ വസന്തം ഷിഹാബുദ്ദീൻ ഉസ്താദ് പറഞ്ഞു, എന്ത് വിശദീകരണത്തിന്റെ ആവശ്യം? സേട്ട് സമ്പത്ത് അത് ജാരിയായ സദഖയാക്കിയിട്ട് പോയി. അതിന്റെ അനുഗ്രഹം വന്നുകൊണ്ടേയിരിക്കുകയാണ്.
അതുകൊണ്ട് സഹോദരന്മാരെ, ആദരവായ റസൂലിനെ സഹായിക്കലാണ് ആദരവായ റസൂലിന്റെ സ്ഥാപനമായ മദ്രസയുടെ സഹായം. മസ്ജിദ് അള്ളാഹുവിന്റെ വീട്, മദ്രസകൾ റസൂലുള്ളാഹിയുടെ കേന്ദ്രം. എന്നോട് അടുത്തൊരു അമുസ്ലിം സഹോദരൻ ഒരു വിഷയത്തിൽ, വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ലാതെ ദേഷ്യപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെ വിറയ്ക്കുന്ന ദേഷ്യപ്പെട്ടു. നിങ്ങൾ കുറെ പള്ളി ഉണ്ടാക്കി, മദ്രസ ഉണ്ടാക്കി. വിനീതൻ പറഞ്ഞ, പൊന്നു സഹോദര, നിങ്ങളെന്നും ഞങ്ങളെന്നൊക്കെ എന്താ പറയുന്നത്? മസ്ജിദ് പടച്ചവന്റെ സ്ഥാപനമാണ്. എനിക്കതിൽ അവകാശമുള്ളതുപോലെ നിങ്ങൾക്കും അവകാശമുണ്ട്. പടച്ചവനെ പഠിക്കാനും ആരാധിക്കാനും അനുസരിക്കാനും ഉള്ള കേന്ദ്രങ്ങളാണ് മസ്ജിദ്. മദ്രസ ഞങ്ങൾ 4 തൊപ്പിയും ജുബ്ബയും താടിയും വെച്ചവരുടെ സ്വത്തൊന്നുമല്ല. അത് നായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്താണ്, തങ്ങളുടെ കേന്ദ്രമാണ്. ഞങ്ങളുടെ ഉസ്താദ് മൗലാന അബ്ദുള്ള ഹസനിയുടെ വാക്ക് ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾക്ക് എത്ര അവകാശപ്പെട്ടതാണോ അതുപോലെ അമുസ്ലിമീങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. നിങ്ങളുടെ സ്വത്താണ്, മദ്രസയിലോട്ട് വരിൻ, സംരക്ഷിക്കാൻ നിങ്ങൾ അധ്വാനിക്കേണ്ടതാണ്. അദ്ദേഹം കൈകൂപ്പി, അയ്യോ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അദ്ദേഹം നിങ്ങൾ ഇതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് മദ്രസ ഇത് ഏതെങ്കിലും കുടുംബത്തിൻ്റെയോ ഏതെങ്കിലും വ്യക്തിയുടെയോ ഏതെങ്കിലും സംഘടനയുടേതോ മുസ്ലിം സമുദായത്തിന്റെ പോലും സ്വത്തല്ല മദ്രസ. മദ്രസ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേന്ദ്രമാണ്. ഏതെങ്കിലും കുടുംബത്തിന്റെയോ സംഘടനയുടെ കേന്ദ്ര മദ്രസയാകുമോ ആ മദ്രസയുടെ ഓഫീസായിട്ട് മാറും. മദ്രസ മുഹമ്മദുർ റസൂലുള്ളാഹ് ഖാതമുൻ നബിയീൻ ഷഫീഉൽ മുദ്നിബീൻ അഷ്റഫുൽ അവ്വലീന വൽ ആഖിരീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിത്തട്ടാണ്. ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകരുത്. നിങ്ങൾ നല്ല ഉടുപ്പൊക്കെ ഇരുത്തിയിരിക്കുകയാണ്, പക്ഷേ ഇവരെ പറ്റി ഭയങ്കര പേടിയാണ്. ആൾക്കാർ തുടങ്ങും ഇവരുടെ ഭാവിയെ പറ്റിയുള്ള ചിന്ത, എന്നിട്ട് ഇവരെ പറിച്ചുകൊണ്ട് പോകും. നബി തങ്ങളുടെ മടിത്തട്ടിൽ നിന്ന് എവിടെയാണ് കൊണ്ടുപോകുന്നത്? അപകടകരമായ മേഖലകളിൽ. സഹോദരങ്ങളെ, പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ പറയുന്നത്, നമ്മുടെ മക്കൾ രക്ഷപ്പെടണമോ നബി തങ്ങളുടെ മടിയിൽ കൊണ്ടുവന്ന് ഇരുത്താൻ നോക്കിയത്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യൽ. മദ്രസയുമായി മുഴുവൻ മക്കളെയും നമ്മൾ ബന്ധിപ്പിക്കുമെന്ന് നിയ്യത്ത് ചെയ്യും. ഇൻഷാ അല്ലാഹ് പരിശ്രമിക്കും സഹോദരങ്ങളെ, അധ്വാനിക്കും. മുഴുവൻ ആൺകുട്ടികളെയും തൊപ്പിയും ജുബ്ബയും ഇട്ട നമ്മളവരെ കയ്യിൽ പിടിക്കും, മദ്രസയിലോട്ട് കൊണ്ടുവരും. മുഴുവൻ പെൺകുട്ടികളെയും ഈ മറയുടെ അപ്പുറത്തിരിക്കുന്ന ഉമ്മമാര് മുഴുവൻ പെൺകുട്ടികളെ കയ്യിലും പിടിക്കും. മോളെ, കണ്ണെ, കരളെ അവർ വിളിക്കും. എന്നിട്ട് പെൺകുട്ടികളെ മദ്രസയുമായി ബന്ധിപ്പിക്കും. ഇല്ല, നിങ്ങളെ വീട്ടിൽ തന്നെ മദ്രസ നടത്തിൽ ദീനിയാത്ത് എന്ന് പറഞ്ഞ മനോഹരമായ ഒരു പാഠ്യപദ്ധതി ഇറങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ സാധാരണ പെണ്ണുങ്ങൾക്ക് അത് പഠിപ്പിക്കാൻ സാധിക്കും. ഞാൻ ഒരു സംഭവം മാത്രം പറയുകയാണ്. അള്ളാഹു ഞാൻ നീട്ടുന്നതിൽ ഒരു സംഭവം മാത്രം പറയുകയാണ്. നമ്മുടെ ഈ ഹിഫ്ദിന്റെ എല്ലാം പ്രധാനപ്പെട്ട അടിസ്ഥാനം ബഹുമാനപ്പെട്ട ഉസ്താദ് ഹാമിദ് ഹദറത്ത് ദാമത്ത് ബർക്കാത്തുഹുമാണ്, കൊല്ലം ഓക്സ്ഫോർഡിൽ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഉസ്താദ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഉസ്താദ്. ഞങ്ങൾ എല്ലാവരും ഉസ്താദാണ്. അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, ഫദലുല്ലാഹ് ഹദറത്ത്. നല്ല ശരീരമാണ്, പാവത്തിന് മക്കളൊന്നുമില്ല. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹം പഠിപ്പിച്ച സന്താനങ്ങളുടെയും ഹിഫ്ദിനെ പറ്റി കണക്കുകൂട്ടി നോക്കി 5000-ൽ പരം ആളുകൾ ഇന്ന് വരെയും അദ്ദേഹത്തിന്റെ പരമ്പരയിൽ ഹാഫിളീങ്ങളായിട്ടുണ്ട്. 5000-ൽ പരം ആളുകൾ. ഇനി അടുത്ത അവസ്ഥയിലോട്ട് വരും. അദ്ദേഹത്തിന് പാവപ്പെട്ട ഭാര്യയുണ്ട്. നമ്മളെ ഈ നാട്ടിലെല്ലാം ത്യാഗം ചെയ്ത ബഹുമാനപ്പെട്ട ഇബ്രാഹിം മൗലാന റഹ്മത്തുള്ളാഹിയുടെ മകൾ. അവർക്ക് രണ്ടുപേർക്ക് മക്കളില്ല. ഭർത്താവിന്റെ അധ്വാനം കണ്ട് സ്ത്രീക്കും ആഗ്രഹം വന്നു. മാർബിൾ വീടുകളുള്ള സഹോദര സഹോദരി ചെവി തുറന്ന് കേൾക്കിൻ. പല്ലിക്കും എലിക്കും പാറ്റയ്ക്കും ബാത്റൂമും വീടുകളും പണിതിരിക്കുന്നതായ സഹോദരി സഹോദരന്മാർ ചെവി തുറന്ന് കേൾക്കിൻ. ഒരു പാവപ്പെട്ട വീട് അവർ പണിതു. എന്നിട്ട് ഹസ്രത്ത് ജി മൗലാന മുഹമ്മദ് യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി തബ്ലീഗിന് അമീറിന് കത്തെഴുതി, തങ്ങളെ ഒരു ചെറിയ വീട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വ്യാഴാഴ്ച ളുഹറിന് ശേഷം 2 മണിക്കൂർ ആൾക്കാരെ കൂട്ടിയിരുത്തി താലീം നടത്താൻ. ചൊവ്വാഴ്ച ദിവസം പാവപ്പെട്ട പെൺകുട്ടികളെ തലോടി അവർക്ക് ദീനിന്റെ മസ്അലകളും അദബുകളും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങ് ദുആ ചെയ്യണം. ഹസ്രത്ത് ജി വിശാലമായൊരു മറുപടി കത്തെഴുതി, പൊന്നുമോളെ, വളരെ നല്ലത്, നീ പ്രവർത്തിക്കും. ഇന്ന് വരെയും ആ വീട്ടിൽ ആ പ്രവർത്തനം നടക്കുന്നു. അതിന് ഒരു ഫലം പറയട്ടെ. അപകടത്തിൽ പോകാൻ സാധ്യതയുണ്ടായിരുന്ന പെൺകുട്ടിയെ ഈ പാവപ്പെട്ട സ്ത്രീ തലോടി പഠിപ്പിച്ചു. ഇന്ന് അവർ തമിഴ്നാട്ടിൽ 1200 പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ബനാത്തിന്റെ ഉത്തരവാദിത്വം നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
സഹോദരങ്ങൾ, നമ്മൾ മദ്രസയുടെ മഹത്വം മനസ്സിലാക്കണം, ഇവരുടെ ഭാവിയെപ്പറ്റി മനസ്സിലാക്കണം. നമ്മളെല്ലാം മരിച്ചു പോകും. ഈ കുഞ്ഞുങ്ങൾ ഇൻഷാ അല്ലാഹ് വലിയ ഗുണം ചെയ്യും. മക്കളെ, നിങ്ങളോട് ഞാൻ പറയുകയാണ്, എല്ലാവരും പടച്ചവന് മുന്നിൽ നിയ്യത്ത് ചെയ്യാൻ. ഓരോ അൽ ഹിദായ ഹിഫ്ള് കോളേജ് നിങ്ങൾ വീടുകളിൽ ഉണ്ടാക്കുന്ന നിയ്യത്ത് തയ്യാറാണ് ഇൻഷാ അല്ലാഹ്. വാപ്പമാരൊക്കെ ഇവരെ സഹായിക്കാൻ തയ്യാറാണോ? സമ്പാദ്യമാണ് സഹോദരങ്ങൾ. മരിച്ച ഖബറിൽ കിടക്കും, സമ്പാദ്യം കിട്ടും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഈ നിയ്യത്തുകളെടുക്കാൻ അള്ളാഹു നമ്മുടെ ഈ കൂട്ടത്തെ കബൂലാക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യുന്ന അള്ളാഹു പരിശുദ്ധ ഖുർആനിനെ നമ്മളുടെ മനസ്സുകളുടെ വസന്തമാക്കുമാറാകട്ടെ. അള്ളാഹു ഖുർആനിനെ ദുഃഖങ്ങളുടെ ദൂരീകരണമാക്കുമാറാകട്ടെ. വആഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.